മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 16/9/1991 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. മൂലമാണ് നക്ഷത്രം. മൂലം 2-ാം പാദം. മകരലഗ്നം. ലഗ്നത്തിൽ ശനി, ഗുളികൻ. 2, 3, 4, 5 ഭാവങ്ങൾ ശൂന്യം. 6-ൽ കേതു, 7-ൽ ശുക്രൻ, 8-ൽ സൂര്യൻ, ബുധൻ, ഗുരു. 9-ൽ കുജൻ. 10, 11 ഭാവങ്ങൾ ശൂന്യം. അതേപോലെ തന്നെ 12-ൽ ചന്ദ്രൻ, രാഹു. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഈ ഗ്രഹനില പ്രകാരം വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അത്യാവശ്യം അല്ലെങ്കിൽ സാധാരണയിൽ കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു ഗ്രഹനില ആണിത്. എന്തുകൊണ്ടാണത്? ലഗ്നാൽ 7-ൽ കർക്കിടകത്തിൽ ശുക്രൻ നിൽക്കുന്നു. കർക്കിടകത്തിലെ ശുക്രനെ കരുതണം. 1. 2, ലഗ്നത്തിൽ നിൽക്കുന്ന ശനി, അതായത് ശശ മഹായോഗം കൊടുക്കുന്ന ശനി. എന്നാൽ അത് ഗുളികനോടൊത്ത് നിന്നുകൊണ്ട് തൻ്റെ 7ാമത്തെ ദൃഷ്ടി വിവാഹസ്ഥാനമായിട്ടുള്ള 7-ലേക്ക് നടത്തുന്നു. അതുപോലെ 7ാം ഭാവാധിപൻ ആയിട്ടുള്ള ഗ്രഹം ചന്ദ്രൻ, കർക്കിടകത്തിൻ്റെ നാഥൻ ചന്ദ്രൻ 12-ൽ നഷ്ടസ്ഥാനത്ത് രാഹുവിനോടൊത്ത് നിൽക്കുന്നു. അവിടേക്ക് വ്യാഴത്തിൻ്റെ 5ാമത്തെ ദൃഷ്ടി വരുന്നു. കുജൻ്റെ 4ാമത്തെ ദൃഷ്ടി വരുന്നു. പൊതുവേ ഇത്തരക്കാർക്ക് നേരത്തെ വിവാഹം നടക്കുന്ന ആളുകളുണ്ട്. ഇതങ്ങനെ നടന്നിട്ടില്ല. വിവാഹം തടസ്സമുള്ള ജാതകം ഗ്രഹനില എന്ന് ഞാൻ പറഞ്ഞല്ലോ. വിവാഹം നടന്നിട്ടില്ല. ഇത്തരക്കാർക്ക് പൊതുവെ നേരത്തെ വിവാഹം നടക്കുന്ന പാറ്റേണിൽ വരുന്ന ജീവിതാവസ്ഥകളിലൂടെ കടന്നു പോകും. വിവാഹം നേരത്തെ നടക്കുകയും ചെയ്യും. അത് വളരെയധികം ബുദ്ധിമുട്ടേറിയ, കയ്പേറിയ വിവാഹ ജീവിതമാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്തരക്കാർക്ക് ഒരുവിധം ഒരു വലിയ പരിഹാരമെന്ന് പറയുന്നത് ഒരല്പം വിവാഹം വൈകി നടത്തുക എന്ന് പറയുന്നത് ഒരു പരിധിവരെ, 100% എന്നൊന്നും പറയാനൊന്നും കഴിയില്ല, പക്ഷേ ഒരു പരിധിവരെ ഒരു പരിഹാരം തന്നെയാണ്. ഒരല്പം വൈകി വിവാഹം നടത്തുക. എന്നാൽ അത് അനിയന്ത്രിതമായി കയ്യും കണക്കും ഇല്ലാത്ത രീതിയിൽ വൈകി കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനെ ന്യൂട്രലി എടുത്ത് ഒരല്പം ഇൻറ്റൻഷനലി തന്നെ, മനഃപൂർവ്വമായി തന്നെ ഒരല്പം വൈകിക്കൊണ്ട് വലിയ തെറ്റില്ലാത്ത ഒരു അപഹാരത്തിൽ, ഇപ്പോൾ ഇദ്ദേഹത്തിന് ചന്ദ്രദേശയാണ് നടക്കുന്നത്, അതിനു മുമ്പ് സൂര്യനായിരുന്നു. ആ ഒരു ടൈമിലൊക്കെ ഏതെങ്കിലും നല്ല അപഹാരം എടുത്തു കഴിഞ്ഞാൽ അതങ്ങ് നടക്കും. അത്യാവശ്യം ഗ്രഹനില ചേരുന്ന ഒരു രീതിയിലും കൂടെ ആണെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ പോവുകയും ചെയ്യും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത്, ഇവിടെ വിവാഹ തടസ്സമെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ കാരണം ഈ ലഗ്നത്തിലെ ശനി പൊതുവേ വളരെ നല്ലതാണ്, ശശ മഹായോഗം കൊടുക്കും. പക്ഷേ അത് ഗുളികനോട് ചേർന്ന്, ശനി പുത്രനായിട്ടുള്ള ഗുളികനോട് ചേർന്ന് നിൽക്കുമ്പോൾ ആ രാശിയെയും അത് പിടിക്കും, രാശിയുടെ നാഥനായിട്ടുള്ള ശനിയെയും അത് പിടിക്കും. ആ ശനിയാണ് ലഗ്നത്തിൽ നിന്നുകൊണ്ട് തൻ്റെ 7ാമത്തെ ദൃഷ്ടി, ശനി നിൽക്കുന്ന രാശിയിൽ നിന്ന് 3, 7, 10 ഈ 3 ഭാവങ്ങളിലേക്കാണ് ഏതൊരു ഗ്രഹനിലയിലും ശനി നിന്നാൽ ദൃഷ്ടി ചെയ്യാറ്. ശനിയുടെ ദൃഷ്ടിയാണ് വളരെ പവർഫുള്ളാണ്. അപ്പം അങ്ങനെയുള്ള ശനി 7-ലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ അവിടെ നിൽക്കുന്നത് ആരാണ്? വിവാഹകാരക ഗ്രഹം. ഏതൊരു ഗ്രഹനിലയിലും വിവാഹം നടത്തി കൊടുക്കാനുള്ള അംഗീകൃതമായിട്ടുള്ള അവകാശം നേടിയെടുത്തിട്ടുള്ള ശുക്രൻ, വിവാഹകാരകൻ, അവിടെ നിൽക്കുന്നു. അവിടേക്കാണ് വിവാഹ വിരോധിയായിട്ടുള്ള ശനിയുടെ ദൃഷ്ടി വരുന്നത്. അവിടെ തന്നെ വിവാഹം വൈകുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് സംഭവിച്ചു കഴിഞ്ഞു. അത് ഗുളികനോടൊത്ത് നിന്നിട്ടുള്ള ദൃഷ്ടിയാവുമ്പോഴാണ് വിവാഹം വൈകട്ടെ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ടോണിലേക്കത് വരുന്നത്. അവിടെയാണ് 7ാം ഭാവാധിപൻ്റെ അവസ്ഥ എന്താണെന്ന് ചെക്ക് ചെയ്യേണ്ടത്. 7ാം ഭാവാധിപൻ നഷ്ടസ്ഥാനമായിട്ടുള്ള 12-ലാണ് നിൽക്കുന്നത് രാഹുവിനോടൊത്ത്. അവിടേക്ക് ഗുളികൻ്റെ 12ാമത്തെ ദൃഷ്ടിയും വന്നു. ഇത് നേരത്തെ കൂട്ടി വിവാഹം നടത്തി പോയിരുന്നുവെങ്കിൽ ഡിവോഴ്സ് വരെ സംഭവിക്കാൻ സാധ്യത വളരെ വളരെ കൂടുതലുള്ള ഒരു രീതി തന്നെയാണ്. 7ാം ഭാവാധിപൻ ഞാൻ മുൻപും ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും 7ാം ഭാവാധിപൻ നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നുവെങ്കിൽ അത് വളരെയധികം ശ്രദ്ധിക്കണം. ഇവിടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. പക്ഷേ അത് രാഹുവിൻ്റെയും ഗുളികൻ്റെയും പിടുത്തം കഴിഞ്ഞ ശേഷമാണ് വ്യാഴം അവിടെ ആക്റ്റീവ് ആകുക. എന്ന് വെച്ചാൽ വിവാഹം വൈകും. നല്ല രീതിയിൽ വൈകിയ ശേഷമേ ഇത്തരക്കാർക്ക് പൊതുവെ വിവാഹ ജീവിതം ലഭിക്കാറുള്ളൂ. അതൊരല്പം വൈകി നടക്കുന്നത് നല്ലതുമാണ് ഒരു പരിധി വരെ. പക്ഷേ അതിനൊരു കണക്ക് വേണം.
കയ്യും കണക്കും ഇല്ലാതെ അതങ്ങ് വൈകി കഴിഞ്ഞാൽ പിന്നെ വിവാഹമേ ഇല്ല എന്ന് പറയുന്നൊരവസ്ഥ ഒരുപാട് ആളുകൾക്ക് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതിനൊരു പരിധി വേണം. അപ്പോൾ അതിന് വേണ്ടുന്ന കൃത്യമായിട്ടുള്ള പരിഹാരങ്ങളുണ്ട്. അത് നിർബന്ധമായും അല്പം ടഫായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിൻ്റെ ചിട്ടവട്ടം പാലിച്ചു പോകാൻ അല്പം ബുദ്ധിമുട്ടാണ്. എന്നാലും ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ അത് ചെയ്യാം എന്ന് സന്തോഷത്തോടെ തന്നെ പറയുകയുണ്ടായി. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്ത് പോകുക വഴി, പ്രത്യേകിച്ചും ചന്ദ്രദശ നടക്കുന്നു, അതിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉണ്ട്, രാഹുവിൻ്റെയും ഗുളികൻ്റെയും പിടുത്തം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കാനുള്ള ഒരു സാധ്യത, പ്രത്യേകിച്ചും വ്യാഴ അപഹാരം കൂടാണ് നടക്കുന്നത്. 2032 വരെ ചന്ദ്രദശയുണ്ട് താനും. ശ്രമിച്ചാൽ അത് നടക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം നോക്കണം. എന്ത് ദശയാണ് നടക്കുന്നത്, പരിഹാരം ചെയ്താൽ തന്നെ ഏൽക്കുന്ന സമയമുണ്ട്, ഏൽക്കാതിരിക്കുന്ന സമയമുണ്ട്. ഇത് രണ്ടും വളരെ ക്രൂഷ്യലാണ് ഏതൊരാളെ സംബന്ധിച്ചും. അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ചന്ദ്രദശ നടക്കുന്നു. വ്യാഴ 12-ലാണെങ്കിൽ പോലും 7ാം ഭാവാധിപനാണ്. വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. വ്യാഴം ലഗ്നാൽ 9-ൽ ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത്. രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട്. എന്നിരുന്നാൽ തന്നെയും വ്യാഴം അവിടെ വർക്ക് ചെയ്യും. അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഈ പരിഹാരം ചെയ്യേണ്ടുന്ന ഒരു ടൈമുണ്ട്, അതേപോലെ തന്നെ ചെയ്താൽ ഏൽക്കാത്ത ഒരു ടൈമും ഉണ്ട്. അപ്പോൾ 7-ലെ ശുക്രൻ, കർക്കിടകത്തിലെ ശുക്രനെ കരുതണമെന്ന് മുൻപ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇത് നേരത്തെ കൂട്ടിയൊക്കെ വിവാഹം നടന്നിരുന്നുവെങ്കിൽ 2 കല്യാണ സാധ്യത പ്യുവർലി തന്നെ പറയാൻ പറ്റുന്ന ഒരവസ്ഥ ഈ ഗ്രഹനിലയിലുണ്ട്. അപ്പോൾ അത് നടന്നിട്ടില്ലാത്തത് കൊണ്ടും വൈകിയിട്ടുള്ളത് കൊണ്ടും കൃത്യമായിട്ടുള്ള ഒരു ചിട്ടവട്ടം പാലിച്ച് ചേർക്കേണ്ടുന്ന ഗ്രഹനിലകളെ, ലഗ്നത്തിൽ ശനി ലഗ്നവുമാണ്, ചിങ്ങലഗ്നം പോലെയുള്ള, ലഗ്നത്തിൽ സൂര്യൻ പോലെയുള്ള ഗ്രഹനിലകൾ ചേർക്കാനേ പാടില്ല. അത് ശത്രുക്കളുടെ ഒരു സംയോഗമായിട്ട് മാറും. തമ്മിൽ തല്ലാൻ മാത്രമേ സമയമുണ്ടാകൂ എന്ന് സാരം. ഏതൊരു ഭിന്നതയുടെയും ഡിവോഴ്സിൻ്റെയും തുടക്കം എന്ന് പറയുന്നത് തർക്കമാണ്, വഴക്കാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ഒഴിവാക്കണമെന്ന് തന്നെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് പ്രകാരം കൃത്യമായിട്ട് എടുത്താൽ കൃത്യമായിട്ട് പരിഹാരങ്ങൾ അല്പം ടഫാണ്. അത് കൃത്യമായി തന്നെ എടുത്ത് പോയി കഴിഞ്ഞാൽ വലിയ താമസമില്ലാതെ ഇദ്ദേഹത്തിന് ഇണങ്ങുന്ന രീതിയിൽ വിവാഹം ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്താൽ മൂലമാണ് നക്ഷത്രം. കേതു ദശയിൽ ജനിച്ചു. ജന്മശിഷ്ടമായിട്ട് 96 വരെ കേതു, അതിനുശേഷം 20 കൊല്ലം ശുക്രൻ, അതിനുശേഷം 6 കൊല്ലം സൂര്യൻ, അതിനുശേഷം 10 കൊല്ലം ഇപ്പോഴത്തെ നടപ്പ് ദശ ചന്ദ്രൻ 2032 വരെ, അതിനുശേഷം 7 കൊല്ലം കുജൻ അഥവാ ചൊവ്വ, അതിനുശേഷം 18 കൊല്ലം രാഹു, ശേഷം വ്യാഴം, ശനി, ബുധൻ, കേതു എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. എന്ന് വെച്ചാൽ ഈ ഗുരു, ശനി, ബുധൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ദശകൾ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. കേതുവിലാണ് ഇദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ഈ നാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോട്ടൽ ദശകളാണ് കേതു, ശുക്രൻ, സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, രാഹു, ഗുരു, ശനി, ബുധൻ എന്ന് പറയുന്നൊരു ക്രമം. അതങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിൽ തന്നെ നടപ്പ് ദശ നേരത്തെ പറഞ്ഞു. ചന്ദ്രനിൽ വ്യാഴമാണ് 21/4/2025 തൊട്ട് 21/8/2026 വരെ ചന്ദ്രനിൽ വ്യാഴം. കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ എടുക്കുകയും കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ പൊതുവെ ഇത്തരക്കാർക്ക് ആര് വന്നാൽ തന്നെയും അങ്ങ് ബോധിക്കില്ല. എന്തെങ്കിലും ഒരു കുറ്റം, കുറവ് കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. അത് ഈ 7ാം ഭാവാധിപൻ 12-ലൊക്കെ പ്രത്യേകിച്ചും രാഹുവിനോടൊത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ രാഹു അവിടെ ചിന്തിപ്പിക്കുന്ന ഒരു പ്രോസസ്സ്, മനസ്സിൻ്റെ കാരകഗ്രഹമാണ് ചന്ദ്രൻ. അതിനോടൊത്ത് രാഹു ഏത് പൊസിഷനിൽ നിന്നാലും ഇത് പോരാ, അല്ലെങ്കിൽ ഇന്ന ഒരു കുറവുണ്ട്. അതിനകത്താൽ ഒരു 99 പോസിറ്റീവിനെയും വിസ്മരിച്ചുകൊണ്ട് 100ാമതായി കിടക്കുന്ന ഒരു നെഗറ്റീവിൽ മാത്രം ഫോക്കസ്ഡ് ആയിട്ട് മൈൻഡ് നിൽക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥയാണത്. അത് രാഹു ഇത്തരം സ്വഭാവ സവിശേഷതകളുള്ള ഒരു ഛായാഗ്രഹം കൂടാണ്. ഇത് പോരാ എന്ന് പറയുന്ന ഒരു ചിന്ത രാഹു അവിടെ പ്രദാനം ചെയ്യും. മനസ്സിൻ്റെ കാരകഗ്രഹത്തോടൊത്ത് നിൽക്കുന്നത് കൊണ്ട് അവിടേക്കാണ് ഈ രീതിയിൽ എണ്ണയൊഴിക്കാനായിട്ട് ഗുളികൻ്റെ ദൃഷ്ടിയും കൂടെ വന്നിട്ടുള്ളത്. അപ്പോൾ മനസ്സിനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് പല സമയത്തും എത്തിക്കാൻ നമ്മൾ തന്നെ തടസ്സം സൃഷ്ടിക്കും. അത് അദ്ദേഹത്തിന് തന്നെ ദോഷമായിട്ട്, അല്ലെങ്കിൽ ഇത്തരം ഗ്രഹനിലയുള്ള ആളുകൾക്ക് തന്നെ അവരറിയാതെ അവർക്ക് ദോഷം ചെയ്തുകൊണ്ടേയിരിക്കും. ചിന്തകൾ വൈസ് എന്ന് വെച്ചാൽ തോട്ട് പ്രോസസ്സ് കറക്റ്റ് ആയിരിക്കില്ല എന്ന് സാരം. അതിനെ കറക്റ്റ് ചെയ്യേണ്ടതാണ്. അതിന് വേണ്ടുന്ന പരിഹാരം കൃത്യമായിട്ട് ചെയ്യേണ്ടതുമാണ്. പ്രാക്ടിക്കലി തന്നെ അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ എടുത്ത് പോകേണ്ടതുമാണ്. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.